നമസ്കാരം, പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 44ാമത് തിരുനാളിലും വിശുദ്ധ തോമാസ്ലിയായുടെ തിരുനാളിലും ജൂലൈ 11 ശനിയാഴ്ച കൊടിയേറി. വൈകുന്നേരം 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാളിന് തുടക്കം കുറിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് പ്രൊവിൻഷ്യൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ CMI മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI സഹകാർമ്മികനായിരുന്നു. ദിവ്യബലിക്ക് ശേഷം നൊവേന, ലതീഞ്ഞ് തുടങ്ങിയ ശുശ്രൂഷകളെ തുടർന്ന് നടപ്പുവർഷത്തെ പ്രസിഡന്റ് സാബു, ജോർലി ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് കൊടിയും വഹിച്ച് മുത്തുക്കുടയേന്തിയ മുൻ പ്രസിഡന്റുമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദക്ഷിണത്തോടുകൂടി എത്തിയാണ് ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ CMI കൊടിയേറ്റിയത്. കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രൗൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ജൂലൈ 12 ഞായറാഴ്ചയാണ് തിരുനാളിന്റെ മുഖ്യ പരിപാടികൾ. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ സമൂഹബലിയിൽ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നിരവധി വൈദികർ സഹകാർമ്മികരാകും. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണവും ഉച്ചഭക്ഷണവും ഉച്ചകഴിഞ്ഞ് സാംസ്കാരിക പരിപാടികളും 4 മണിക്ക് ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും. തിരുനാളിൽ കൊളോൺ അതിരൂപത സഹായമെത്രാൻ ഡൊമിനിക്കൂസ് ഷ്വാഡർല പങ്കെടുക്കും. വൈകുന്നേരം നടക്കുന്ന കൊടിയിറക്കോടുകൂടി പരിപാടികൾ സമാപിക്കും. വോക്സ്വാഗൻ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച 1,20,000-ഓളം തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ, ഫാക്ടറികൾ പൂട്ടാനുള്ള നീക്കങ്ങളും ജർമ്മനിയിലെ വെറുമൊരു കമ്പനി പ്രതിസന്ധി മാത്രമല്ലെന്ന് വ്യക്തമായി. കമ്പനിയുടെ പ്രധാന പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്ന സിക്കാവു, എംഡൻ, നെക്കാൽസൺ എന്നീ നഗരങ്ങളിലെ ഒട്ടുമിക്ക പ്രാദേശിക വ്യവസായങ്ങളെയും സാധാരണ ജനജീവിതത്തെയും ഈ തീരുമാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫാക്ടറി ജീവനക്കാർ മാത്രമല്ല, ഈ നഗരങ്ങളിലെ ബേക്കറി ഉടമകൾ, ഹോട്ടലുകൾ, ചെറുകിട വ്യാപാരികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ കടുത്ത ഭീഷണിയിലാണ്. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമം ഈ 3 നഗരങ്ങളിലെയും നിലവിലെ അവസ്ഥയെക്കുറിച്ച് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ആശങ്കയും ഭയപ്പാടും മാത്രമാണ് മിച്ചം. ഇതിൽ മലയാളികൾ എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. നാട്ടിൽ നിന്നും നല്ല നിലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും IT ഒക്കെ പാസ്സായി ജർമ്മനിയിലെത്തി വോക്സ്വാഗൻ കമ്പനിയിൽ പലവിധ ജോലികളിൽ കയറിയവർ ഒട്ടനവധിയാണ്. അത് മാത്രമല്ല, ഇവിടെ വന്ന് നല്ല നിലയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ശേഷം കമ്പനിയിൽ ജോലിക്ക് കയറിയ നിരവധി പേരുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട നിലയിലാണ്. എന്തിനേറെ പറയുന്നു, 5 അക്കമോ 6 അക്കമോ അതിൽ കൂടുതലോ ഇതുവരെ ശമ്പളം വാങ്ങിയവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥ ആർക്ക് ചിന്തിക്കാനാവും? ഞങ്ങൾ ഇവിടുത്തെ ശമ്പളത്തെപ്പറ്റി കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇട്ടപ്പോൾ 6 അക്ക ശമ്പളം വാങ്ങുന്നവർ അവരുടെ കഴിവുകൊണ്ടാണെന്നും അതിന് പ്രവാസി ഓൺലൈൻ എന്തിന് കരയണമെന്നും ഇത് ഞങ്ങളുടെ കഴിവുകേടുമല്ല ഇവരോടൊക്കെയുള്ള അസൂയാണെന്നും പറഞ്ഞ് കമന്റുമായി എത്തിയത് ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. കാരണം ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതുകൊണ്ട് മക്കളെ കണ്ടും മാമ്പു കണ്ടും നിഗളിക്കരുത്, അഹങ്കരിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് ഇവിടെ വിസ്മരിക്കുകയാണ്. ഇനിയും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, സിക്കാവു ഈ മൊബിലിറ്റിയുടെ തകർച്ചയും വൻ ആശങ്കയുമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 1.7 ബില്യൺ യൂറോ നിക്ഷേപിച്ച് പൂർണ്ണമായും ഇലക്ട്രിക് കാർ നിർമ്മാണത്തിലേക്ക് മാറിയ ജർമ്മനിയിലെ ഏറ്റവും ആധുനികമായ പ്ലാന്റുകളിൽ ഒന്നാണ് സിക്കാവുലേത്. ജീവനക്കാരുടെ അമർഷമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2031 ഇവിടെ ഉൽപാദനം നിർത്തുമെന്ന വാർത്ത വന്നതോടെ പ്ലാന്റിലെ 8,000-ഓളം ജീവനക്കാർ കടുത്ത നിരാശയിലാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചെറുകിട ബിസിനസ്സുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഫാക്ടറി പൂട്ടിയാൽ ആളുകളുടെ കയ്യിൽ പണമില്ലാതാകുമെന്നും അത് തങ്ങളുടെ ബിസിനസിനെ ബാധിക്കുമെന്നും ഇവിടുത്തെ ഐസ്ക്രീം പാർലർ ഉടമയായ ആളുകൾ തന്നെ വ്യക്തമാക്കുന്നു. യൂറോപ്യൻ കമ്പനികൾ ഈ കാറുകളുടെ കാര്യത്തിൽ ചൈനയോട് പരാജയപ്പെട്ടതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പലരുടെയും വിലയിരുത്തൽ. സപ്ലയർമാർ, കരാറുകാർ തുടങ്ങി വലിയൊരു ശൃംഖലയാണ് ഇത് ബാധിക്കുകയെന്ന് നഗരസഭ വ്യക്തവും ചൂണ്ടിക്കാട്ടുന്നു. ഇനി എംഡൻ കമ്പനിയിലേക്ക് നോക്കിയാൽ അനിശ്ചിതത്വത്തിൽ ഒരു നഗരം തകർന്നടിയുമെന്നാണ് പറയുന്നത്. ഒപ്പീഷ്യന്മാരും ബേക്കറികളും ഉൾപ്പെടെയുള്ള ബിസിനസ്സുകൾ വോക്സ്വാഗൻ ജീവനക്കാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തീരദേശ നഗരമാണ്. VW പ്ലാന്റിന് സമീപം 3 ബേക്കറി ശാഖകൾ നടത്തുന്ന ലിൻഡയും ബാർട്ടും പറയുന്നത് ഫാക്ടറിയിലെ ജീവനക്കാരാണ് തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നാണ്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനം വരാത്തത് നഗരത്തിലെ ആശങ്ക ഇപ്പോൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഫാക്ടറി പൂട്ടിയാൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് യൂറോയുടെ വാണിജ്യ നികുതി ഇല്ലാതാകും. ഇതോടെ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിക്കുമെന്നും മേയർ പറയുന്നു. ഇനി നെക്കാർസൽ ഫാക്ടറി നോക്കിയാൽ ഈ കമ്പനി പോയാൽ ഈ നഗരമില്ല എന്നാണ് പറയുന്നത്. വോക്സ്വാഗൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള പ്രശസ്ത ലക്ഷറി ബ്രാൻഡായ ഔഡിയുടെ ഹൃദയഭൂമിയാണ് നെർക്കാൽസൺ. 15,000-ഓളം പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്.
ചെയ്യുന്നത്. തങ്ങളുടെ ഹോട്ടലിലെത്തുന്ന പകുതിയിലധികം അതിഥികളും ഔഡിയുമായി ബന്ധപ്പെട്ട് വരുന്നവരാണെന്നും ഫാക്ടറി പൂട്ടിയാൽ ബിസിനസ് പകുതിയായി ചുരുക്കേണ്ടി വരുമെന്നുമാണ് ഹോട്ടലുകാർ പറയുന്നത്. നഗരത്തിലെ ചെരുപ്പ് വ്യാപാരിയെയും ഇത് ബാധിക്കുമെന്നാണ് അവരും പറയുന്നത്. എന്തായാലും കമ്പനികൾ നിർത്തുന്നതോടെ ഈ ഗ്രാമം തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കും എന്നുള്ള സൂചനയും ഉണ്ടാകുന്നുണ്ട്. ജർമ്മനിയിലെ വാഹന വ്യവസായ മേഖലയെ മാത്രം നട്ടെല്ലാക്കി വളർന്ന ഈ നഗരങ്ങളിലെ നിലവിലെ അവസ്ഥ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. ഈ ഫാക്ടറികളും അവയുമായി ബന്ധപ്പെട്ട IT, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ കമ്പനികളും ജോലി ചെയ്യുന്ന നിരവധി മലയാളി പ്രവാസികളും ഈ പ്രാദേശിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര മലയാളികൾ ഇപ്പോൾ വോക്സ് വാഗനിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് തന്നെ ഒരു കണക്കും ഇല്ലാതായിരിക്കുകയാണ്. ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള 37ാമത് പ്രവാസി സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ജർമ്മനിയിലെ കൊളോൺ നഗരത്തിനടുത്തുള്ള വൈസ്കൃഷൻ ഡാലം ബേസൻ ഹൌസിൽ ജൂലൈ 13 മുതൽ 17 വരെയാണ് സംഗമം നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയും പ്രവാസി സമൂഹത്തിലെ വിവിധ സംഘടനാ നേതാക്കളെയും ഒത്തൊരുമിപ്പിച്ചാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 13 തിങ്കൾ വൈകുന്നേരം 7 മണിക്ക് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാൻ പോൾ ഗോപുരത്തിങ്കൽ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തും. ചർച്ചകൾ, യോഗ, കലാസായാഹ്നങ്ങൾ, ഗാനമേള തുടങ്ങിയ പരിപാടികളാണ് 5 ദിനങ്ങളിലായി അരങ്ങേറുന്നത്. എമ്മ ഗോപുരത്തിങ്കൽ, അപ്പച്ചൻ ചന്ദ്രത്തിൽ, സണ്ണി വേലൂക്കാരൻ, LC വേലൂക്കാരൻ, ബൈജു പോൾ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകും. കഴിഞ്ഞ 36 വർഷമായി വിജയകരമായി സംഘടിപ്പിച്ചു വരുന്ന ഈ പ്രവാസി സംഗമം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സൗഹൃദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും വേദി കൂടിയാണ്. വിഖ്യാത ഗായിക ഗാനഗോകുലം S. ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകുന്നേരമാണ് അന്ത്യം സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ കൊച്ചുമകൾ അപ്സര വിദ്യയാണ് മരണവിവരം പങ്കുവച്ചത്. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വഴികളിൽ തന്റെ അതുല്യമായ ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ഗായികയാണ് ജനപ്രിയയായ S. ജാനകി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 40,000-ലേറെ ഗാനങ്ങളാണ് ഈ അപൂർവ പ്രതിഭ ആലപിച്ചിട്ടുള്ളത്. സംഗീത ലോകത്തെ ഈ വാനമ്പാടിയുടെ പ്രധാന നാഴികക്കല്ലുകൾ നോക്കിയാൽ അരങ്ങേറ്റവും 5 പതിറ്റാണ്ടിലെ സംഗീത സഫരിയും 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ജാനകി ജനിച്ചത്. 1957 വിധിയിൻ വിളയാട്ടെന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് എത്തിയത്. അതേ വർഷം തന്നെ മിന്നൽ പാവാട എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു. തുടർന്നുള്ള 5 പതിറ്റാണ്ടിലധികം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള ഗായികമാരിൽ ഒരാളായി മാറി S. ജാനകി. ഭാഷകളുടെ അതിരുകൾ ഭേദിച്ച ശബ്ദമായിരുന്നു അവരുടേത്. മലയാളികൾക്ക് ജാനകിയമ്മ തങ്ങളുടെ സ്വന്തം ഗായികയാണ്. പ്രത്യേകിച്ച് അവർ പാടിയ താരാട്ടുപാട്ടുകൾ, അതായത് താമരക്കുമ്പളല്ലോ മമ്മ ഹൃദയം, തുമ്പീവ തുമ്പക്കുടത്തിൽ, ഈ ഗാനങ്ങളൊക്കെ തലമുറകൾ കഴിഞ്ഞിട്ടും മലയാളി മനസ്സുകളിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഭാവസാന്ദ്രമായ ഗാനങ്ങൾ മാത്രമല്ല, കുട്ടികളുടെ ശബ്ദത്തിലും നാടൻ പാട്ടുകളിലും ഒരുപോലെ അവർ തിളങ്ങുകയും ചെയ്തു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണയാണ് അവരെ തേടിയെത്തിയത്. ഇതിനു പുറമെ കേരളം 14 തവണയും തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. 2013 രാജ്യം പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ പുരസ്കാരം ധീരമായി നിരസിച്ചു. മലയാളത്തിന്റെ വാനമ്പാടി എന്ന അപൂർവ വിശേഷണം ലഭിച്ചിട്ടുള്ള S. ജാനകിക്ക് പ്രവാസി ഓൺലൈന്റെ പ്രണാമം അർപ്പിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.